ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരുപാട് വെറൈറ്റി ചെടികളാണ് വന്നിട്ടുള്ളത്. കുറഞ്ഞ വില തൊട്ട് കൂടിയ വിലയിലുള്ള ചെടികൾ വരെ ഉണ്ട്. നമുക്ക് 300 രൂപ വരെ വിലയുള്ള ചെടികളുണ്ട്. 50 രൂപ തൊട്ട് 300 രൂപ വിലയുള്ള. കാരണം ഇതിനകത്തെല്ലാം വെറൈറ്റി നമ്മൾ കുറേ പ്ലാന്റുകൾ ആദ്യമായിട്ട് സെയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക, അതിനുശേഷം ഓർഡർ ചെയ്യുക. ഈ ചെടികളുടെ ഓർഡർ എടുക്കുവാണ്. ഇത് ഓർഡർ എടുത്തതിന് ശേഷം അടുത്ത ആഴ്ച തൊട്ടായിരിക്കും ഇത് അയച്ചു തുടങ്ങുന്നത്. ആദ്യത്തെ നമ്മുടെ വെറൈറ്റി 2 എക്സോറ പ്ലാന്റ് ആണ്. ഒന്ന് സ്റ്റാർ തെറ്റിയും ഒന്ന് വെരിഗേറ്റഡ് ലീഫിൽ വരുന്ന തെറ്റിയാണ്. ഇതാണ് നമ്മുടെ സ്റ്റാർ തെറ്റി. സ്റ്റാർ തെറ്റിയിൽ ഡബിൾ കളറിലെ ഫ്ലവറാണ് ഇങ്ങനെ വിരിയുന്നത്. പിങ്കിനകത്ത് വൈറ്റ് വരുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ്. അപ്പം ഇത് രണ്ടും കൂടെ നമ്മളൊരു കോംബോയിലാണ് കൊടുക്കുന്നത്. ഇത് സ്റ്റാർ തെറ്റിയുടെ ചെടിയാണ്. അടുത്തത് വെരിഗേറ്റഡ് തെറ്റി. ഇതാണ് വെരിഗേറ്റഡ് തെറ്റി. ഇത് വൈറ്റ് ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ കോംബോയിൽ 250 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പിന്നെ എക്സ്ട്രാ കൊറിയർ ചാർജും ആവും. നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ ഇഷ്ടമുള്ളത് സെപ്പറേറ്റും വാങ്ങാവുന്നതാണ്. അപ്പോൾ പ്ലാന്റ് സൈസ് ഇത് തന്നെയാണ്. എപ്പോഴും കിട്ടാത്തൊരു വെറൈറ്റി തെറ്റിയാണ് ഈ 2 സ്റ്റാർ തെറ്റിയും വെരിഗേറ്റഡ് ഇത് തെറ്റിയും. അടുത്ത നമുക്കൊരു വെറൈറ്റി തെറ്റിയാണ് എക്സോറ ഫ്ലെയിം എന്ന് പറയും. തീക്കട്ട പോലെ ഇതുപോലെ ഡബിൾ കളറിൽ ഇങ്ങനെയാണ് ഓറഞ്ചും റെഡുമായിട്ട് വരുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ്. ഇതിന് 150 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി അതുപോലെ നമുക്ക് പീസ് ലില്ലിയുടെ 2 വെറൈറ്റി ഉണ്ട്. നമുക്കിത് ഇൻഡോറിലും ഔട്ട്ഡോറിലും സെറ്റ് ചെയ്യാം. പീസ് ലില്ലി ഇതുപോലത്തെ നോർമലും അതുപോലെ വെരിഗേറ്റഡ് ലീഫ് വരുന്നതുമുണ്ട്. രണ്ടിൻ്റെയും ഫ്ലവർ ഒരുപോലെ തന്നെയാണ്, ലീഫിൽ വ്യത്യാസമുണ്ട്. ഇത് നമ്മുടെ നോർമൽ പീസ് ലില്ലിയാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ് നോർമൽ പീസ് ലില്ലിക്ക്. അതുപോലെ നമ്മുടെ വെരിഗേറ്റഡ് പീസ് ലില്ലി ഇതിൻ്റെ ലീഫിലൊക്കെ കണ്ടാലറിയാം ഇതിൻ്റെ വെരിഗേറ്റഡ് ലീഫ് പോലെ വരും. അപ്പോൾ ഇതിന് നമുക്ക് 135 രൂപയുമാണ്. ഇത് രണ്ടും നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ലില്ലിയാണ്. അടുത്ത നമ്മൾ ആദ്യമായിട്ട് സെയിൽ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ലൂണ ഹിസ്ബിസ് എന്ന് പറയുന്നത്. റൗണ്ട് ലീഫിൽ ഇതുപോലെ ബഞ്ചായിട്ട് നിറയെ പൂക്കൾ ഉണ്ടാകുന്നതാണ്. ഇതിൻ്റെ ചെടികൾ ഇതാണ്. ഇത് റേറ്റ് കൂടുതലാണ്. ഇത് 250 രൂപയാണ്. നമ്മൾ ഇതുപോലെ തന്നെ ഒരു വെറൈറ്റി ലോട്ടസ് ഹിസ്ബിസ് എന്ന് പറഞ്ഞ് നമുക്ക് വന്നിട്ടുണ്ട്. ലോട്ടസിൻ്റെ ഇല പോലെ ഇതുപോലെയാണ് ചെടികൾ ഇരിക്കുന്നത്. ഇത് വെറൈറ്റി ചെമ്പരത്തിയാണ്. ഇതിന് ലോട്ടസ് ചെമ്പരത്തി അല്ല എന്നാണ് പറയുന്നത്. ഇത് നിറയെ പൂക്കും. ഇതുപോലെയാണ് പൂക്കുന്നത്. ഇതിൻ്റെ ലീഫും ഇതുപോലെ ലോട്ടസ് പോലിൻ്റെ ചെടിയുടെ റൗണ്ട് പോലെയാണ് ഇരിക്കുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ്. ഇതിന് 150 രൂപയാണ്. ഇതും നമുക്ക് ആദ്യത്തെ ലോഡാണ് നമ്മുടെ ചാനലിൽ സെയിൽ ചെയ്യുന്നത്. ഇതും നമുക്ക് വേറൊരു പുതിയ വെറൈറ്റിയാണ് ഡോംബിയ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ചേഞ്ച് റോസിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇതിന് 190 രൂപയാണ്. ഇതുപോലെ ബഞ്ചായിട്ട് ഇതിൻ്റെ ഫ്ലവറുകൾ വിരിയും. അതുപോലെ നമുക്ക് അടുത്തത് ബൊഹേനിയ പ്ലാന്റ് ആണ് കേട്ടോ. ഒരു ഫ്ലവർ വിരിഞ്ഞാൽ 6 മാസത്തിൽ കൂടുതലാണ് നിൽക്കുന്നത്. ഒരു ചെടിയിൽ 3 കളറാണ് വിരിയുന്നത്. യെല്ലോ, ഓറഞ്ച്, റെഡ്. ആദ്യം നമുക്കിതുപോലെ യെല്ലോയിലായിട്ടാണ് വിരിയുന്നത്. പിന്നീട് നമുക്കത് ഓറഞ്ച് കളറായിട്ട് ഫ്ലവർ മാറും. പിന്നീട് നമുക്കത് ഫുള്ള് റെഡായിട്ട് മാറും. കൊലകൊലയായിട്ടാണ് പൂക്കുന്നത്. ഒന്നുമില്ല, നിറയെ പൂക്കും. അപ്പോൾ പല പ്ലാന്റിനും പല വലിപ്പമാണ്. പിന്നെ നമ്മൾ ക്യാമറ അടുത്ത് പിടിക്കുമ്പോൾ ചെടികൾക്ക് നിങ്ങൾക്ക് വലിപ്പം തോന്നിക്കും. ഇതിന് നമുക്ക് 250 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് നമുക്ക് കോഞ്ചിയ പ്ലാന്റ് ആണ്. ഇതില്ല പെട്രിയാടെ പിങ്ക്. അപ്പം ഇതുപോലെയാണ് പൂക്കുന്നത്. കുറ്റിച്ചെടിയായിട്ട് നിർത്തുന്നതാണ്. അപ്പോൾ ഇതിന് നമുക്ക് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ പെട്രിയ പിങ്ക് ആണിത്. ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ്. ഇതിന് 80 രൂപ. അടുത്ത നമുക്ക് ലെമൺ വൈൻ ആണ് കേട്ടോ. നല്ല മണമാണ് ഈ ചെടി. കുറ്റിച്ചെടിയായിട്ടും ഒരു സെമി ക്രീപ്പറായിട്ടും നമുക്ക് ചുറ്റിയെടുത്ത് വിടാൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഒരു ചട്ടിയിലൊക്കെ നട്ട് കഴിഞ്ഞിട്ട് ഒരു കമ്പൊക്കെ കുത്തി കൊടുത്താൽ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഫ്ലവറിന് അപാര മണമാണ്. ഇങ്ങനെയാണ് ഇത് പൂത്ത് നിൽക്കുന്നത്. പൂത്തതിന് ശേഷം ഇതിനകത്തൊരു നാരങ്ങ പോലെ വരും. അത് പഴുത്ത് കഴിയുമ്പോൾ ഓറഞ്ച് കളറിൽ നിൽക്കും. അത് പൂക്കളെ ഇങ്ങനെയല്ല കളർ വരുന്നത്, തനി ഓറഞ്ച് കളർ വരും. പൂക്കളെക്കാട്ടിലും ഭംഗിയാണ് നമുക്ക് അതിൻ്റെ നാരങ്ങ തന്നെ കാണാൻ. നമ്മുടെ പ്ലാന്റ് സൈസ് ഇതാണ്. പ്ലാന്റ് സൈസിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് മാൻഡിവില്ല യെല്ലോ ആണ് കേട്ടോ. ഓൾ സീസൺ ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ് മാൻഡിവില്ല ചെടി. അപ്പോൾ അതിൻ്റെ ഇതുപോലത്തെ വലിപ്പമുള്ള ചെടികൾ നമുക്കുണ്ട്. 100 രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ. അടുത്ത നമുക്ക് മണിമുല്ലയാണ് കേട്ടോ. മണിമുല്ല എന്ന് പറയുന്നത് ഭയങ്കര മണമുള്ളൊരു ചെടിയാണ്.
നിറഞ്ഞു പൂക്കും. വർഷത്തിലൊരിക്കലേ പൂക്കത്തുള്ളൂ. ഭയങ്കര സുഗന്ധമാണ്. തേനീച്ചകളും വണ്ടുകളും ഒക്കെ വരുന്നതാണ്. ഇനി മണിമുല്ല പൂക്കുന്ന സീസണാണ്. ഇനി ഒരു മാസം കൂടെ കഴിയുമ്പോഴും. അപ്പം ഇനി മണിമുല്ല വസന്തമാണ് നമുക്കുള്ളത്. അപ്പം ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ്. നേരത്തെ നമ്മൾ 90 രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മളിത് 75 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇത് നമുക്കൊരു ക്രീപ്പർ ചെടിയാണ്, ഗാർലിക് വെയിൻ. ഇതിന് വെളുത്തുള്ളിയുടെ മണം ഉള്ളതാണ്. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ്. ഇതിന് 60 രൂപയാണ്. അതുപോലെ ആകാശവെള്ളരി അടുത്തത്. ഇതെന്തോ ഒരു ഔഷധ ചെടിയാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ്. ഇതിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് നമ്മുടെ ഗോൾഡൻ കാസ്കേഡാണ് കേട്ടോ. ഗോൾഡൻ കാസ്കേഡ് എന്ന് പറഞ്ഞാൽ ഇലകൾ തന്നെയാണ് പൂക്കളായിട്ട് വരുന്നത്. വർഷം മുഴുവൻ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ്. സാധാരണ ചുറ്റി പടർന്ന് മുകളിലോട്ട് പോകുന്നൊരു ചെടിയല്ല. ഇങ്ങനെ പൂക്കളായി താഴോട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. ഇതിൻ്റെ ആദ്യം വരുന്ന ഇലയെന്ന് പറയുന്നത് ഈ മഞ്ഞ ഫ്ലവറായിട്ടാണ് വരുന്നത്. ഈ ഫ്ലവർ വിരിഞ്ഞാണ് പച്ച ഇലയായിട്ട് മാറുന്നത്. കണ്ടോ, ഇങ്ങനെ നമ്മൾ കർട്ടൻ തൂക്കിയിടത്തില്ലേ, അതുപോലെ പൂത്ത് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ പൂത്ത് കിടക്കും. അപ്പം ഇതിൻ്റെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് 90 രൂപയാണ് റേറ്റ്. സ്പ്ലാഷ് റെഡ് എന്ന് പറയുന്ന ചെടിയാണ് കേട്ടോ. ഇത് ജെയ്ഡ് വൈൻ്റെ ഫ്ലവർ പോലെ നിൽക്കും. ഇത് കുറ്റിച്ചെടിയാണ്, ഒരു കുറ്റിപ്പൂ മരമാണ്. നമുക്ക് ഇതൊക്കെ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നവരുടെ വീടുകളിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ്. ഇത് വെറൈറ്റി പ്ലാന്റ് ആണ്. ഇതിന് 170 രൂപയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ഇട്ട് ബൾക്ക് ഓർഡറാണ് നമുക്ക് ഈ ചെടിക്ക് വേണ്ടി ഓർഡർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ. ഇനി ഒറിജിനൽ പാരിജാതം പ്ലാന്റ് വേണോ? ഇതാണ് നമ്മുടെ ഒറിജിനൽ പാരിജാതത്തിൻ്റെ ഫ്ലവർ. നല്ല മണമാണ്, ഭയങ്കര മണമാണ് ഈ പാരിജാതത്തിന്. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ്. പാരിജാതം അറിയുന്നവർക്കറിയാം ഒറിജിനൽ പാരിജാതം ഏതാണെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് 130 രൂപയാണ് വരുന്നത്. അപ്പം ലിമിറ്റഡ് സ്റ്റോക്കാണ് ഒറിജിനൽ പാരിജാതം. അടുത്തത് നമുക്ക് അറേബ്യൻ ജാസ്മിൻ ആണ്. ഇതിൻ്റെ മൊട്ടുകൾ തന്നെ കണ്ടാൽ അറിയാം ഈ ചെടി അറേബ്യൻ ജാസ്മിൻ ആണോ. നല്ല ഉരുണ്ട് കട്ടയായിട്ടിരിക്കും. റോസാപ്പൂ പോലെയാണ് ഇതിൻ്റെ ഫ്ലവറുകൾ ഇരിക്കുന്നത്. ഈ മൊട്ടിലും വ്യത്യാസമുണ്ട്. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ്. പിന്നെ ഒരു പൂക്കൾ വിരിഞ്ഞാൽ തന്നെ ഒരുപാട് ദിവസം നിൽക്കും. അങ്ങനെ പെട്ടെന്ന് ഈ അറേബ്യൻ ജാസ്മിൻ പൊഴിഞ്ഞു പോകത്തില്ല. അപ്പം ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ്. ഇതിന് നമുക്ക് 120 രൂപയാണ് റേറ്റ് വരുന്നത്. കുറച്ച് പ്ലാന്റേ ഉള്ളൂ. അടുത്തത് നമുക്ക് വെള്ളക്കൊന്നയാണ് കേട്ടോ. ഇതുപോലെയാണ് ഇതിൻ്റെ ഫ്ലവറുകൾ വരുന്നത്. ഇതിൻ്റെ പ്ലാന്റ് സൈസ് നമുക്ക് ഇതാണ്. ഇതിന് ചെയിൻ ഓഫ് സ്ക്ലോറി എന്നും പറയും. ഇതിന് നമുക്ക് 80 രൂപയാണ് വരുന്നത്. അടുത്തത് നമുക്ക് നൈറ്റ് ക്യൂൺ ഫ്ലവറാണ് കേട്ടോ. രാത്രി വിരിയുന്നതാണ്. രാവിലെ ആകുമ്പോൾ നിറഞ്ഞു പൂത്ത് വയ്ക്കും. ഇപ്പം പർപ്പിള്, വൈറ്റ്, യെല്ലോ 3 കളർ നമുക്ക് വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ 2 കളറാണ് ആഡ് ചെയ്തത്. ഇപ്പോൾ എക്സ്ട്രാ നമുക്ക് പർപ്പിളും കൂടെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ യെല്ലോ നൈറ്റ് ക്യൂൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് വരുന്ന ചെറിയ പ്ലാന്റിന് 120 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതാണ് നമ്മുടെ യെല്ലോ നൈറ്റ് ക്യൂവിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത്. പിന്നെ നമുക്ക് നൈറ്റ് ക്യൂൻ വൈറ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ്. ഇതിന് 120 രൂപയാണ്. ഇനി നമുക്ക് വെറൈറ്റിയാണ് പർപ്പിൾ നൈറ്റ് ക്യൂന് കേട്ടോ. ഇതിന് ഇച്ചിരി റേറ്റ് കൂടുതലാണ്. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത്. എപ്പോഴും കിട്ടുന്ന ഒരു കളറല്ല പർപ്പിൾ കളർ. ഇതിന് നമുക്ക് 170 രൂപയാണ് നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് വാട്ടർ ജാസ്മിൻ ആണ്. പിന്നെ എല്ലാവരും ചോദിക്കും വാട്ടർ ജാസ്മിൻ വെള്ളത്തിലാണോ കിളിക്കുന്നതെന്ന്. അല്ലല്ല, നമ്മുടെ സാധാ മണ്ണിൽ തന്നെയാണ് വളരുന്നത്. ഇതുപോലെ പൂക്കൾ താഴോട്ടാണ് മൊട്ടുകൾ ഇങ്ങനെ കിടക്കുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ്. ഇതിന് നമുക്ക് 100 രൂപയാണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഓറഞ്ച് വാട്ടർ ജാസ്മിനും സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് റേറ്റ് കൂടുതലാണ്. അതിന് 350 രൂപയാണ് റേറ്റ്. അടുത്തത് നമുക്ക് ഇതേ വാട്ടർ ജാസ്മിൻ്റെ വൈറ്റ് തന്നെ ഡബിൾ പെറ്റൽസ് ഉണ്ട്. അടുക്ക് കണ്ടോ, ഇതുപോലെയാണ് പൂത്ത് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ പെറ്റൽസും ഫസ്റ്റ് നമ്മൾ കാണിച്ചത് സിംഗിൾ പെറ്റൽസും ഇപ്പോഴത്തെ ഡബിൾ പെറ്റൽസും കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത്. ഇതിന് 135 രൂപയാണ്. ഇനി നമുക്ക് അടുത്തത് നമുക്ക് മനസ്സിനിണങ്ങി നീല പൂമരത്താൽ കുളിച്ച് നിൽക്കുന്ന ഒരു ചെടിയാണ് ജക്കാറാന്ത എന്ന് പറയുന്നത്. ഇത് നമുക്ക് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ഒരുപാട് ചെയ്യുന്നവർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങാറുണ്ട്. ഇപ്പം നമുക്കൊരു ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ഒരു ഓർഡർ വന്നു. അതിൻ്റെ പാക്കിംഗ് സമയത്തും കൂടെ നമ്മൾ എടുത്തൊരു വീഡിയോ ആണ് ഇത്. നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ നമുക്ക് പ്ലാന്റുകൾ പോയിട്ടുണ്ട്. ഗാർഡൻ സെറ്റ് ചെയ്യാൻ അറിയുന്നവർക്ക് ഈ ഒരു പ്ലാന്റ് വെച്ചാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് കേട്ടോ. ഇതിന് നമുക്ക് 180 രൂപയാണ്.
കുറച്ചധികം പ്ലാന്റുകൾ ലോഡ് വന്നിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇതെന്ന് പറഞ്ഞാൽ നീല വസന്തം തീർത്ത് നിൽക്കുന്ന ഒരു ചെടിയാണ്. അത്രയ്ക്ക് നമ്മൾ കുളിരണിഞ്ഞു പോകും ഇതിൻ്റെ ഫ്ലവറുകൾ കണ്ടാൽ. അടുത്ത നമുക്കൊരു കാർഫാലിയയുടെ പ്ലാന്റാണ്. വെറൈറ്റി പ്ലാന്റാണ്. ഇതുപോലെയാണ് നിറഞ്ഞു പൂക്കുന്നത്. ഇത് നമ്മൾ ഒത്തിരി സെയിൽ ചെയ്തതാണ്. ഇപ്പം നമ്മളിത് ഒരാഴ്ചത്തേക്ക് ഒരു ഓഫറിൽ കൊടുക്കുന്നുണ്ട്. 250 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ലിമിറ്റഡ് സ്റ്റോക്കാണ്. അപ്പം പ്ലാന്റ് സൈസ് നമ്മൾ കാണിക്കാം. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത്. അപ്പം ഇത് ഒരാഴ്ചത്തേക്കേ ഉള്ളൂ 250 രൂപയ്ക്ക്. പിന്നെ ഇത് നല്ല ഒരു തെറ്റിച്ചെടി പോലെ പൂത്ത് നിൽക്കുന്ന ചെടിയാണ്. ഇതുപോലെയാണ് പൂത്ത് നിൽക്കുന്നത്. ചെറുതിലേ പൂക്കും. അപ്പം നമ്മൾ വെട്ടി വിടുന്നതനുസരിച്ച് നമുക്കിതിനെ ബുഷാക്കി വളർത്തിയെടുക്കാവുന്ന ഒരു പ്ലാന്റാണ്. ലിമിറ്റഡ് സ്റ്റോക്കാണ്. അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നമുക്കുള്ളത്. ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക.